കിടപ്പറയിൽ മാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഭർത്താവ്. എന്താണ് സൈക്കോളജി പറയുന്നത് നോക്കാം. ഇവർക്ക് ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ അറിയാത്തവരാണ്. വാക്കുകൾക്ക് പകരം ഫിസിക്കൽ ഇന്റിമസിയിലൂടെയാണ് ഇവരുടെ ഇമോഷനുകളെ ഇവർ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ കൂട്ടരാണ്, കുട്ടിക്കാലം മുതലേ ഇവരുടെ പേഴ്സണാലിറ്റിയിൽ ഇവരുടെ അനുഭവങ്ങളിൽ നിന്നും ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ രൂപപ്പെട്ടിട്ടുണ്ട്. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ഇതിന്റെ പ്രത്യേകത, ഇവരോട് ആരെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാൻ വരുമ്പോഴോ ഇവർക്ക് സ്നേഹം പ്രകടിപ്പിക്കേണ്ട അവസരം വരുമ്പോഴോ ഇവർ അസ്വസ്ഥരാകും. ഇവരിൽ ഒരുതരം ആങ്സൈറ്റി വരും. അതുകൊണ്ട് തന്നെ ഇവർ കിടപ്പറയിൽ ശാരീരികമായിട്ട് അടുത്ത് നിൽക്കും, പക്ഷേ മാനസികമായിട്ട് ദൂരം പാലിക്കും. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ഇവർ ഏത് വികാരവും പുറത്ത് കാണിക്കുന്നത് ഫിസിക്കൽ ഇന്റിമസിയിലൂടെയാണ്. സ്നേഹം, കെയർ, ഗിൽറ്റ്, ഈവൻ സ്ട്രെസ് പോലും അത് സെക്ഷൽ അഫെക്ഷനായിട്ട് ഇവരിൽ പുറത്തു വരും. ഇനി നാലാമത്തെ കൂട്ടരാണ്, തൻ്റെ പങ്കാളിക്ക് ഞാൻ ഒരു ഫിസിക്കൽ കണക്ഷൻ കോണ്ടാക്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, തൻ്റെ പങ്കാളി അവിടെ ഉണ്ടാകും, എൻ്റെ ബന്ധം നിലനിൽക്കാൻ അത് മാത്രം മതിയെന്ന് തെറ്റായിട്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടര്. ഇതൊന്നുമല്ലാതെ ബോധപൂർവം ഇങ്ങനെ പെരുമാറുന്ന ആളുകളുമുണ്ട്. എത്തരത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നല്ലൊരു പ്രൊഫഷണലിന്റെ സഹായത്തോടെ മാത്രമാണ് അത് സാധിക്കുക.